ജയറാം ഇവിടുന്നല്ലേ ഒരു ആനയെ കൊണ്ടുപോയി? ഇവിടുന്നല്ല, വേറെ ഒരു രവി എന്ന് പറഞ്ഞൊരു കൊല്ലത്തിലെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്. മോഹനൻ എന്ന് പറയുന്ന ആന. ചേട്ടനാണോ അത് സജസ്റ്റ് ചെയ്തത്? ആ ആന ഞങ്ങൾ പോയി കണ്ടതാണ്. ഞങ്ങൾ വേണ്ടെന്ന് വെച്ച ആനയാണ്. അത് അതിൻ്റെ ഈ തലക്കുന്നിയിൽ തലഭാഗത്ത് ഉള്ള രോമകൂപങ്ങളിൽ ഇങ്ങനെ പൊടിയുന്നുണ്ട്, രക്തം പൊടിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതിനെന്തോ അസുഖമാണ് ഞങ്ങൾ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആയുസ് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് നോക്കി കണ്ടറിഞ്ഞവർ മേടിക്കുകയില്ല, അറിയാത്ത ആളുകൾ നല്ല യോഗ്യനാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്, ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുമില്ല, ഒരാളെ ഓടിക്കലോ അല്ലെങ്കിൽ ആനക്കാരനെ തട്ടിയിട്ട് കൊല്ലോ ഒന്നുമില്ല. അപ്പോൾ ജയറാം പോയി കണ്ടപ്പോൾ ഇഷ്ടമായി. രവി എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അത് ജയറാമിൻ്റെ തല വെച്ചു. കുറച്ച് നാളത്തേക്ക് ജയറാം ആനയൊന്നും പോറ്റാൻ പറ്റില്ല. മദ്രാസ് കിടക്കുന്ന ഒരാൾ ഈ ആന അവിടെ വളർത്താനൊക്കെ, മദ്രാസ് ടൗണിൽ ജീവിക്കുന്ന ഒരാൾ. ഇവിടെ തൃശ്ശൂർക്കാർ ഇഷ്ടം ഭാര്യ ആന നോക്കുന്നു, പാട്ടത്തിനെടുക്കുന്ന ആളുകളല്ലേ, പാട്ടത്തിന് കൊടുത്തു. അത് വേണ്ട രീതിയിൽ ആന നോക്കുന്നുമില്ല. അങ്ങനെ ഇയൊക്കെ എന്തെങ്കിലും കൊടുക്കും, ആനയുണ്ടെന്ന് പറയാം, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ എനിക്കങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പിന്നെ ആന നോക്കാതെ, എന്നാലും ഒരു 60 വയസ്സിന് കഴിഞ്ഞിട്ടാണ് മരിച്ചത്, ചെരിഞ്ഞും പോയത്.